വൃദ്ധസദനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത വൃദ്ധർ, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഏകാന്തതയിൽ കഴിയുന്ന മനുഷ്യർ. കേരളത്തിൽ പൊതുവെ വൃദ്ധസദനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ ഇതാണ്. പക്ഷേ ഒരു ചോദ്യം ചോദിക്കാം. ഒരു വൃദ്ധസദനത്തിൽ താമസിക്കുന്ന ഓരോ വയോധികനും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ആളാണോ? അല്ല. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാകണമെങ്കിൽ കേരളത്തിലെ കുടുംബ സംവിധാനത്തെയും പാശ്ചാത്യ രാജ്യങ്ങളിലെ കെയർ ഹോം സംവിധാനത്തെയും കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കണം. എളുപ്പം മനസ്സിലാകണമെങ്കിൽ നമ്മളിൽ പല നേഴ്സുമാരും കെയർ ഹോം ജോലിക്ക് പോയിട്ടുണ്ട്. UK-യിലാണ്, ഇസ്രായേലാണെന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ. കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് താമസിക്കുന്നത് നൂറ്റാണ്ടുകളായി സാധാരണമായ കാര്യമാണ്. മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നു, മക്കൾ വളർന്നു വരുന്നു, വിവാഹം കഴിക്കുന്നു. പലപ്പോഴും അതേ വീട്ടിൽ തന്നെ മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും ഒരുമിച്ച് കഴിയുന്നു. ഇത് വെറും താമസ രീതിയല്ല, ഇത് നമ്മുടെ കുടുംബ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മക്കളെ വളർത്തി മാതാപിതാക്കളെ വൃദ്ധരായപ്പോൾ മക്കൾ നോക്കണം എന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ മാതാപിതാക്കളെ കെയർ ഹോമിലേക്ക് മാറ്റിയാൽ ചിലർ ഉടനെ ചോദിക്കും, സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ പോലും കഴിയാത്ത മക്കളാണോ ഇവർ? പക്ഷേ എല്ലാ സാഹചര്യത്തിലും അതായിരിക്കണമെന്നില്ല. ഒരു വയോധിക ദമ്പതികൾക്ക് 2 മക്കളുണ്ട്. മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നു, മകൾ മറ്റൊരു നഗരത്തിലാണ്. മാതാപിതാക്കൾക്ക് പ്രായം കൂടുന്നു. ഒരാൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മറ്റൊരാൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കണം. മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ട്, പണം അയക്കാൻ കഴിയും, ഇടയ്ക്ക് നാട്ടിൽ വന്ന് കാണാനും കഴിയും. പക്ഷേ 24 മണിക്കൂറും അവരോടൊപ്പം നിന്ന് പരിചരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് നല്ല പരിഹാരം? മാതാപിതാക്കളെ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിപ്പിക്കുകയാണോ? അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച ജീവനക്കാരുള്ള ഒരു നല്ല കെയർ ഹോമിൽ താമസിപ്പിക്കുകയാണോ? ഇവിടെ നിന്നാണ് നമ്മുടെ ചിന്തയിൽ ഒരു മാറ്റം ആവശ്യമായി വരുന്നത്. നഴ്സിംഗ് ഹോം എന്നത് എന്താണ്? പാശ്ചാത്യ രാജ്യങ്ങളിൽ നഴ്സിംഗ് ഹോം, കെയർ ഹോം, അസിസ്റ്റഡ് ലിവിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ പലതരത്തിലുണ്ട്. എല്ലാം ഒരേ തരത്തിലുള്ള സ്ഥാപനങ്ങളല്ല. ചില സ്ഥലങ്ങളിൽ പ്രായമായെങ്കിലും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ താമസിക്കും. ചില സ്ഥലങ്ങളിൽ നടക്കാനും ഭക്ഷണം കഴിക്കാനും മരുന്ന് കഴിക്കാനും മറ്റ് ദൈനംദിന കാര്യങ്ങൾക്കും സഹായം ആവശ്യമുള്ളവരായിരിക്കും. ചില സ്ഥാപനങ്ങളിൽ സ്ഥിരമായ മെഡിക്കൽ കെയർ ആവശ്യമുള്ളവർക്കാണ് സൗകര്യം. അതായത് വൃദ്ധസദനം മക്കൾ ഉപേക്ഷിച്ചവരുടെ സ്ഥലം എന്ന സമവാക്യം എല്ലായിടത്തും ശരിയല്ല. ചിലപ്പോൾ അതൊരു കെയർ ചോയ്സ് കൂടിയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ മക്കൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഇവിടെ മറ്റൊരു തെറ്റിദ്ധാരണയുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ മക്കൾ മാതാപിതാക്കളെ നോക്കാറില്ല എന്ന ധാരണ. അത് ശരിയല്ല. അവിടെയും മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ട്. മാതാപിതാക്കളെ സന്ദർശിക്കും, അവരോടൊപ്പം സമയം ചെലവഴിക്കും, ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും, ആരോഗ്യകാര്യങ്ങളിൽ സഹായിക്കും. പക്ഷേ പരിചരണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കുടുംബത്തിലെ ഒരാൾ മാത്രം ഏറ്റെടുക്കണം എന്ന ആശയം പല സമൂഹങ്ങളിലും കുറവാണ്. പകരം പ്രൊഫഷണൽ കെയർ സിസ്റ്റം വളർന്നിട്ടുണ്ട്. ഒരു വയോധികന് 24 മണിക്കൂറും സഹായം ആവശ്യമാണെങ്കിൽ അത് പരിശീലനം നേടിയ കെയർ ഗിവർമാരും നേഴ്സുമാരും നൽകും. മക്കൾക്ക് അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കാം, അതേസമയം പ്രൊഫഷണൽ കെയർ ഉപയോഗിക്കാനും കഴിയും. ഇവ രണ്ടും പരസ്പരം വിരുദ്ധമായ കാര്യങ്ങളല്ല. കേരളത്തിൽ സ്ഥിതി മാറുകയാണ്. കേരളത്തിൻ്റെ കുടുംബ സംവിധാനവും ഇപ്പോൾ വളരെ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു കാലത്ത് വലിയ കുടുംബങ്ങളായിരുന്നു, ഇന്ന് ന്യൂക്ലിയർ ഫാമിലി കൂടുതലാണ്. മക്കൾ പഠനത്തിനായി നഗരങ്ങളിലേക്ക് പോകുന്നു, തൊഴിലിനായി ബംഗളൂരു, മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലേക്ക് പോകുന്നു. അതിനുശേഷം പലരും ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോകുന്നു. മാതാപിതാക്കൾ മാത്രം നാട്ടിൽ അവശേഷിക്കുന്ന കുടുംബങ്ങൾ കേരളത്തിൽ അപൂർവമല്ല. ഇതോടെ ഒരു പുതിയ ചോദ്യം ഉയരുന്നു. മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അടുത്തില്ലെങ്കിൽ അവരുടെ പരിചരണം എങ്ങനെ ഉറപ്പാക്കും? ഇതാണ് ഭാവിയിൽ കേരളം കൂടുതൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം. പ്രായം കൂടുമ്പോൾ വേണ്ടത് സ്നേഹം മാത്രമല്ല, ചിലർക്ക് സ്ഥിരമായ മരുന്നുകൾ വേണം, ചിലർക്ക് ഫിസിയോതെറാപ്പി ആവശ്യമാണ്, ചിലർക്ക് നടക്കാൻ സഹായം വേണം, ചിലർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കണം, ചിലർക്ക് കുളിക്കാനും വസ്ത്രം മാറാനും സഹായം വേണം, ചിലർക്ക് രാത്രി പോലും നിരീക്ഷണങ്ങൾ ആവശ്യമായി വരാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രം 24 മണിക്കൂർ കെയർ നൽകുന്നത് എപ്പോഴും എളുപ്പമല്ല. പ്രത്യേകിച്ച് ആ വ്യക്തിക്കും ജോലി, കുട്ടികൾ, ആരോഗ്യം തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രൊഫഷണൽ കെയർ ഗിവർമാരുടെ സഹായം തേടുന്നതിലേക്ക് വരുന്നു. ഒരു വൃദ്ധസദനം മോശമാണോ നല്ലതാണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ പേരുകൊണ്ട് മാത്രം കഴിയില്ല. അവിടെ താമസിക്കുന്ന
ആളുകൾക്ക് എന്തുതരം പരിചരണമാണ് നൽകുന്നത്, അവരുടെ സുരക്ഷ എങ്ങനെയാണ്, ആരോഗ്യ പരിചരണം ലഭിക്കുന്നുണ്ടോ, ഭക്ഷണം ശരിയായ രീതിയിൽ ലഭിക്കുന്നുണ്ടോ, അവരുടെ സ്വകാര്യതയും അന്തസ്സും സംരക്ഷിക്കുന്നുണ്ടോ, അവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നുണ്ടോ, ഇതാണ് യഥാർത്ഥ ചോദ്യങ്ങൾ. അതുകൊണ്ട് വൃദ്ധസദനം മോശം, വീട്ടിൽ താമസിക്കുന്നത് നല്ലത് എന്ന ലളിതമായ വിധിയെടുത്ത് എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. ചിലപ്പോൾ വീട്ടിൽ താമസിക്കുന്ന വയോധികൻ കൂടുതൽ ഏകാന്തനായിരിക്കും. മറുവശത്ത് നല്ല കെയർ ഹോമിൽ താമസിക്കുന്ന ഒരാൾക്ക് സമപ്രായക്കാരുമായി സൗഹൃദം സ്ഥാപിക്കാനും വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും ആരോഗ്യ പരിചരണം ലഭിക്കാനും കഴിയും. പക്ഷേ ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമായി പറയണം: മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും ശരിയല്ല. വൃദ്ധസദനത്തിൽ താമസിപ്പിക്കുന്നു എന്നത് ഒരു തെറ്റല്ല. പക്ഷേ മാതാപിതാക്കളെ അവിടെ കൊണ്ടുപോയിട്ട് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. ഒരു മകൻ വിദേശത്താണെങ്കിൽ പോലും ആഴ്ചയിൽ ഒരിക്കൽ വീഡിയോ കോൾ ചെയ്യാം. ചിലപ്പോൾ എല്ലാ ദിവസവും തന്നെ വീഡിയോ കോൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. ആരോഗ്യകാര്യങ്ങൾ അന്വേഷിക്കാം, ചെലവുകൾ ഉറപ്പാക്കാം, അവരെ കാണാൻ വരാം, അവരുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും കേൾക്കാം, അവരുടെ ജീവിതത്തിൽ പ്രധാന തീരുമാനങ്ങളിൽ അവരെ ഉൾപ്പെടുത്താം. കെയർ എന്നത് ഒരു വീട്ടിൽ താമസിക്കുന്നതിൻ്റെ പേരല്ല. കെയർ എന്നത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ്. ഒരു വയോധികന് തൻ്റെ മക്കളോടൊപ്പം താമസിക്കണമെന്നുണ്ടോ? അത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരു വയോധികന് സ്വന്തം സ്വാതന്ത്ര്യത്തോടെ താമസിക്കണമെന്നുണ്ടോ? അതും പ്രധാനമാണ്. ചില വയോധികർ പറയാം, എനിക്ക് മക്കളുടെ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമാണ്. മറ്റൊരാൾ പറയാം, എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ കഴിയണം. മറ്റൊരാൾ പറയാം, എൻ്റെ പ്രായത്തിലുള്ള ആളുകളോടൊപ്പം കെയർ ഹോമിൽ കഴിയുന്നതാണ് എനിക്കിഷ്ടം. മൂന്നും തെറ്റല്ല. വയോധികരുടെ ചോയ്സ് കൂടി പരിഗണിക്കേണ്ട കാലമാണിത്. കേരളം ഭാവിയിൽ നേരിടാൻ പോകുന്ന വലിയ പ്രശ്നം: കേരളത്തിൻ്റെ ജനസംഖ്യാ ഘടന മാറുകയാണ്. ജനന നിരക്ക് കുറയുന്നു, ആയുസ് വർദ്ധിക്കുന്നു. യുവാക്കളുടെ വലിയ വിഭാഗം കേരളത്തിന് പുറത്തും വിദേശത്തും ജോലി ചെയ്യുന്നു. ഇതിൻ്റെ ഫലം എന്തായിരിക്കും? ഇന്ന് 50 വയസ്സുള്ള ഒരാളുടെ മാതാപിതാക്കൾക്ക് മക്കൾ അടുത്തുണ്ടാകാം. പക്ഷേ അടുത്ത തലമുറയിൽ സ്ഥിതി വ്യത്യസ്തമായിരിക്കാം. മക്കൾ വിദേശത്ത്, മാതാപിതാക്കൾ കേരളത്തിൽ. അവർക്കും പ്രായമാകും. അപ്പോൾ കെയർ ഹോമുകളുടെ എണ്ണം കൂടുന്നത് കേരളത്തിന് ആവശ്യമായി വരും. ഇത് വെറും വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് പരിഹരിക്കാനാകില്ല. വീട്ടിൽ തന്നെ ഒരാളെ പരിചരണത്തിനായി വെക്കേണ്ടി വരാം. ഡേ കെയർ സെൻറ്റർ പോലുള്ള സ്ഥാപനങ്ങൾ വരേണ്ടി വരും. എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരേണ്ടി വരും. ഫിസിയോതെറാപ്പി ആവശ്യമായി വരും. വയോധികരുടെ മാനസികാരോഗ്യം ഉറപ്പാക്കേണ്ടി വരും. പ്രായമായവർക്ക് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കേണ്ടി വരും. ഇങ്ങനെ പല സംവിധാനങ്ങളും വരേണ്ടി വരും. നമ്മുടെ ചിന്തയിലും മാറ്റം വേണം. വൃദ്ധസദനത്തിൽ താമസിക്കുന്ന ഒരാളെ കണ്ടിട്ട് ഇയാളെ മക്കൾ ഉപേക്ഷിച്ചിരിക്കണം എന്ന് ഉടൻ തീരുമാനിക്കരുത്. ഒരുപക്ഷെ മക്കൾ വിദേശത്തായിരിക്കാം. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് തന്നെ അവിടെ താമസിക്കാനായിരിക്കും താല്പര്യം. ഒരുപക്ഷെ വീട്ടിൽ ആവശ്യമായ മെഡിക്കൽ കെയർ നൽകാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം. അതേസമയം ചിലർ യഥാർത്ഥത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കും. അവരുടെ കഥയും നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഓരോ വൃദ്ധസദനത്തിൻ്റെയും പിന്നിൽ ഒരേ കഥയാണെന്ന് കരുതുന്നത് തെറ്റാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് മക്കളുടെ വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആ സംരക്ഷണം അവരെ എൻ്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം എന്നതിൽ മാത്രം ഒതുങ്ങേണ്ടതില്ല. അവരുടെ സുരക്ഷ ഉറപ്പാക്കുക, അവരുടെ ആരോഗ്യ പരിചരണം ഉറപ്പാക്കുക, അവരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക, അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുക, അവർക്ക് ഏകാന്തത അനുഭവപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായി അവരുടെ അന്തസ്സ് സംരക്ഷിക്കുക. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് വലിയൊരു വീടായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ സുരക്ഷിതമായ ഒരു സ്ഥലം, ആരോഗ്യ പരിചരണം, കുറച്ച് സ്നേഹം, കുറച്ച് സംസാരിക്കാൻ ആളുകൾ, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതിലുപരി ഞാൻ ആരാലും ഉപേക്ഷിക്കപ്പെട്ടവനല്ല എന്ന തോന്നൽ. അതുകൊണ്ട് വൃദ്ധസദനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ട സമയം വന്നിരിക്കുന്നു. വൃദ്ധസദനം ഉപേക്ഷിക്കപ്പെട്ടവരുടെ സ്ഥലം മാത്രമല്ല, അതുപോലെ തന്നെ വൃദ്ധസദനത്തിൽ മാതാപിതാക്കളെ എത്തിച്ചാൽ മാത്രം മക്കളുടെ ഉത്തരവാദിത്തം അവസാനിക്കുകയും ചെയ്യുന്നില്ല. വീടായാലും കെയർ ഹോം ആയാലും മനുഷ്യന് വേണ്ടത് പരിചരണവും ബഹുമാനവും അന്തസ്സുമാണ്. കേരളം അതിവേഗം വയോധികരുടെ സമൂഹമായി മാറുന്ന ഈ കാലത്ത് നമ്മൾ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം ഇതാണ്: നമ്മുടെ മാതാപിതാക്കൾക്ക് എവിടെ താമസിക്കണം എന്നതല്ല, അവർ എവിടെ താമസിച്ചാലും അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലം എത്രത്തോളം സുരക്ഷിതവും സന്തോഷവും അന്തസ്സുമാക്കാൻ നമുക്ക് കഴിയും. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക എന്നത് ഇനി നമ്മുടെ സമൂഹത്തിൻ്റെ വലിയ ഉത്തരവാദിത്തം.